എല്ലാ ശനിയാഴ്ചയും ഒരു പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് ഡിസിഷൻ. കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ദിവസവും കൂടുതൽ. പണ്ട് സാറ്റർഡേ സൺഡേ ഹോളിഡേ എന്ന് പറയുന്നതിന് പകരം സൺഡേ ഈസ് ഓൺലി എ ഹോളിഡേ. മിക്ക പ്രൈവറ്റ് സ്കൂളുകളും സാറ്റർഡേ വർക്കിംഗ് ആണ്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. ബട്ട് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ അറിയില്ല, കണക്കിൻ്റെ ബേസ് അറിയില്ല. ടീച്ചേഴ്സിനോടും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരോടും ഞാൻ ഹംബിൾ റിക്വസ്റ്റ്, പ്ലീസ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് ദ ചിൽഡ്രൻ ദ ബേസിക്. ഇംഗ്ലീഷ് അവർക്ക് വായിക്കാൻ അറിയില്ല, കാരണം അവർക്ക് ആൽഫബറ്റ്സ് അറിയില്ല, പ്രൊനൗൺസിയേഷൻ അറിയില്ല. മാത്സ് അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയില്ല. അപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് ചെയ്ത് കൊടുത്താൽ അവരിപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ എന്താണ് അവർ പഠിക്കണമെന്ന് അവർക്ക് മനസ്സിലാവും. ഒരുപാട് ഡിഫറൻസ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ പ്ലീസ് ടീച്ചേഴ്സ്, സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്ക് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ചെയ്യും. ശനിയാഴ്ച വെറും ബേസിക് പഠിപ്പിക്കാനുള്ളൊരു ദിവസം പോലെ ആക്കിയിട്ട്. കാരണം നമുക്കറിയാം വെക്കേഷൻ ടൈമിൽ നമുക്ക് ബേസിക് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ചൂട് കൂടുതലാണ്. കുട്ടികളെല്ലാവരും വെക്കേഷനിൽ അവരെ ടൈം എൻജോയ് ചെയ്യണം. പക്ഷേ പേരൻസും ഗവൺമെൻറ്റും ഒന്നും ശ്രദ്ധിക്കാത്തൊരു സംഗതി, ഈ കൊറോണ വന്ന 2 വർഷം വലിയ കുട്ടികൾക്ക് ഓക്കെ, ചെറിയ കുട്ടികൾക്ക് അവർക്ക് അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. നോർമലി വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾ വന്നാൽ തന്നെ ടീച്ചേഴ്സിന് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആ ഒരു മാസം അവരെ ശരിക്കും ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. ആ ട്രെയിനിങ് ഈ സാറ്റർഡേയ്സിൽ ഒന്ന് റെഗുലറാക്കിയിട്ട് ചെയ്തു നോക്കൂ. അക്കാഡമിക് ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ബീയിങ് എ മദർ, I am also a teacher. So please, let's make a difference using this Saturday.